ആയിക്കോട്ടെ ആയിക്കോട്ടെ. നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഭക്ഷണത്തിന് ഉണ്ടാക്കണത് രാവിലെ ഇഡ്ഡലിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഊണ് കഴിക്കാറായിട്ടോ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കണം. കുറച്ച് ചമ്മന്തി ഇതാ ഞങ്ങൾ മാങ്ങ ചമ്മന്തി, കണ്ണിമാങ്ങയും ചുട്ട മുളകും നാളികേരമൊക്കെ ചേർത്ത് ഒരു ചമ്മന്തി ഉണ്ടാക്കി. അതുകൂടാതെ ഇന്നൊരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ആദ്യമായി കിട്ടിയ ഒരു സാധനമാണ്, കണ്ടോ. ആദ്യമായിട്ടൊരു മാങ്ങ വീണു, നമ്മുടെ മാവിൻ്റെ പഴുത്ത മാങ്ങ വീണു. ആദ്യത്തെ മാങ്ങയാണ്. ആദ്യത്തെ മാങ്ങയെ നമുക്കൊരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാം. ഒരു മാങ്ങ മാത്രം മതി ഉണ്ടാക്കാനായിട്ട്. നന്നായിട്ട് ഇങ്ങനെ ഉടക്കുക, ചുണയൊക്കെ കളയുക. ടേസ്റ്റ് ഈ മാമ്പഴം കൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യണത് കേട്ടോ. നല്ല രസകരമായ ഒരു മാമ്പഴ ഐറ്റമാണ് ഉണ്ടാക്കണത്. എളുപ്പം എളുപ്പം എളുപ്പം. എനിക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. ജയശ്രീ കത്തി തരുമോ? ഒന്നതിങ്ങനെ ഇങ്ങനെ ചെത്തി. പണ്ടൊക്കെ ഇത് നമ്മുടെ ഇലയിലാണല്ലോ ചോറുണ്ണ. അപ്പോൾ അങ്ങനെ ഇലയിലേക്ക് ഇതിങ്ങനെ പിഴിഞ്ഞൊഴിക്കും. എന്താ വെള്ളം സൂപ്പർ. മാങ്ങത്തരയാണല്ലേ ഇത്, അങ്ങനല്ലേ പറയാം. മാങ്ങയുടെ നീരിട്ടാണ് അത്. നാട്ടുമാങ്ങയുടെ കാടിപ്പോയി. നാട്ടുമാങ്ങ, പഴുത്ത മാങ്ങയുടെ നീരാണ്. അപ്പോൾ അമ്മൂമ്മമാരിങ്ങനെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കും. എൻ്റെ അമ്മൂമ്മ എന്നും ഉണയിക്കുമ്പോൾ ഒരു മാങ്ങ എടുത്ത് ഇങ്ങനെ പിഴിയും. ചേച്ചി കഴിച്ചിട്ടുണ്ടാ? എൻ്റെ അമ്മൂമ്മ ഇങ്ങനെയാണ് തലയ്ക്ക് ഇങ്ങനെ പറഞ്ഞാൽ പിഴിയും. അമ്മമ്മയ്ക്കെല്ലാം മാത്രമാണ് കേട്ടോ, ഞങ്ങൾക്ക് തരും കേട്ടോ. പിന്നെ അമ്മമാർ പിഴിഞ്ഞിട്ടത് മക്കൾക്ക് നാണക്കേടും വിഷമമൊന്നും ഉണ്ടാവില്ല. ഇതാ പിഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ഇത്തിരി ഉപ്പിടാം. ലേശം വേണ്ട, മതിയാ? കുറച്ച് മതി, അധികം അധികം ഉണ്ടാ. ഉപ്പിട്ട് കൊടുക്കാം. ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ഒരു മുളക്, ചൂടിയ മുളകാണെങ്കിൽ സൂപ്പർ. നമുക്ക് ഉണ്ടമുളക് കേട്ടോ. എന്നാലും ഒരെണ്ണം പഴുത്തതുണ്ട്. എരിവ് ഇഷ്ടമനുസരിച്ച് ചെയ്യാം. എരിവ് കുറവ് മതി എന്നുള്ള ആൾക്കാർ ഉപ്പ് മാത്രം ഇട്ടാൽ മതി. എരിവ് വേണമെന്നുള്ളവർ ഉപ്പ് മുളക് പൊടി ചേർക്കാതാ. കഴിച്ചോട്ടെ കേട്ടാ. എടുത്തിട്ട് ഇതിങ്ങനെ അടിപൊളി. കൈ കഴുകി വരട്ടെ കേട്ടോ, എന്നിട്ട് എടുക്കാം. പോരാ, നല്ല എരിവുണ്ടിട്ടാ. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ. അടിപൊളി സാധനം. ഇനി നമ്മുടെ ഐറ്റംസൊക്കെ കാണണ്ടേ. രാജേഷ് ചോറ് എടുത്തു, ഞാനും ചോറ് വിളമ്പി. ഇന്നത്തെ ഒരു സാധനമാണ് കോവയ്ക്ക. ചേച്ചി വിളമ്പട്ടെ? കുറച്ച് മതിയാ? എനിക്ക് കുറച്ച് മതി. എന്നും കോവയ്ക്കുമ്പോൾ ഇഷ്ടമുള്ളൂ. അപ്പോൾ കോവയ്ക്ക എടുത്തു. ഇനി വേറെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടതാട്ടോ. ഇന്നലെ രാത്രി നമുക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ സ്പെഷ്യലായിട്ട് വെച്ചതാട്ടോ കാളൻ. നല്ല ബെസ്റ്റ് ചേന എടുത്തിട്ട് കുറുക്ക് കാളൻ വെച്ചു. മതിയാ? ഞാൻ എടുക്കാം. എല്ലാവരും വന്നോട്ടോ. കാളൻ ഇത് ഓണത്തിനൊക്കെ ഉണ്ടാക്കണ കാളനാണ്. ഇന്നലെ രാത്രി ഗസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് കേട്ടോ. നിങ്ങളോട് പറഞ്ഞില്ലേ അത് ചമ്മന്തി കേട്ടോ. ഇപ്പം അരച്ചതാണ്. ഇതിനോടൊപ്പം വീണ മാങ്ങാനായിട്ടത് കുട്ടികളാണ്, അവരെ കൊണ്ട് ചമ്മന്തി അരച്ചു. മുളക് ചുട്ട ചമ്മന്തിയാണ്. ചുട്ടരച്ച ചമ്മന്തി കുട്ടി കഞ്ഞി കുടിക്കല അല്ലേ. അപ്പോൾ ചമ്മന്തി എടുത്തു. പിന്നെ നമ്മളുടെ ടുഡേയ്സ് സാമ്പാറുണ്ട് കേട്ടോ. അതായത് നമ്മൾ സക്കാലത്ത് നേരത്തെ ഇഡ്ഡലി ഉണ്ടാക്കിയപ്പോളേ വീട്ടിലേക്ക് ഒരു സാമ്പാർ ഉണ്ടാക്കി. സുഖം പെട്ടെ. അപ്പം അത് പോരെ. ഇനി ഇതാണ് സ്പെഷ്യൽ. സ്പൂൺ വേണമല്ലേ ചമ്മന്തി.
ഉപ്പ് വേണം തോന്നാൻ ചേച്ചി നല്ല എരിവുണ്ട് കേട്ടോ. ഈ എരിവൊന്ന് ശ്രമിക്കാൻ ലേശം ഉപ്പിടാം കേട്ടോ. കിളികൾ ശബ്ദം ഉണ്ടാക്കണ്ടല്ലോ. ഇഷ്ടമായില്ലേ ഇപ്പോൾ? ചേച്ചി കഴിച്ചില്ലേ ഇപ്പോൾ? ഉണ്ടാക്കാറുണ്ട്. ഇത് മാത്രം കൂടിയിട്ട് ഇങ്ങനെ എൻ്റെ അമ്മ ഉണ്ടല്ലോ ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാവും. ചക്ക കൂട്ടാനും അങ്ങനെയൊക്കെ സാധനമൊക്കെ ഉണ്ട്, ഉപ്പേരിയൊക്കെ ഉണ്ട്. എന്നാലും അമ്മ ഒരു മാങ്ങ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ആ ഇലത്തിലൊക്കെ ഇലയാണോ പണ്ട് ഇലയല്ലേ നമ്മൾ മുന്നേ വയ്ക്കാൻ നമ്മൾ പ്ലേറ്റിലല്ലല്ലോ. ഇലത്തിലൊക്കെ ഒരാൾ പിഴിഞ്ഞൊഴിക്കും, ഒരു മുളക് ഇങ്ങോട്ട് ചാലിക്കും, ഒപ്പി ഒപ്പി. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഞാൻ തന്നെ പറയാമല്ലോ സൂപ്പറായിട്ട്. നിങ്ങൾ പറയട്ടാ ഉണ്ടാക്കിക്കോളോട്ടോ എല്ലാവരും. ഒരെണ്ണേ ഉള്ളൂ, ഒരെണ്ണുള്ള അല്ലെങ്കിൽ കൂടുതലുണ്ടായിരുന്നെങ്കിൽ കൂട്ടാൻ വയ്ക്കായിരുന്നു. ഒരു 3-4 ഒക്കെ കൂട്ടാൻ വയ്ക്കായിരുന്നു. ഒരെണ്ണല്ലേ ഉള്ളൂ. അപ്പം ഞാനത് ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇന്നലെ കൊരട്ടിന്ന് തങ്കപ്പേട്ടൻ്റെ അമ്മ രാജേട്ടൻ്റെ വല്യമ്മയുടെ മോൻ്റെ ഭാര്യയും മോളും മോളുടെ കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ജസ്റ്റ് കണ്ടില്ല എല്ലാവരും, അവരെ കാണിച്ചു തരാം കേട്ടോ. എന്നാൽ അവർ പൂരത്തിന് വിളിക്കാം. പിടിച്ചിട്ടുണ്ട് കുറച്ച് ഊണയ്ക്ക് കാര്യത്തിൽ പിടിച്ചു. പിന്നെ അവിടെ നിന്ന് കുറച്ച് വീഡിയോ പിടിച്ചു. വർത്തമാനം പറഞ്ഞപ്പോൾ ഇന്നിപ്പോൾ അവർ നന്ദിപുരത്ത് മാനൂർ പൂരത്തിന് വയ്ക്കാം. ഇന്ന് തയ്യൽക്കാരുടെ പൂരാണ്. കളർ എങ്ങനെയുണ്ട്? ഇന്നലെ വെച്ചേട്ടോ. ഇന്നലെ സാമ്പാറുണ്ടായിരുന്നു. പിന്നെ അവർ വന്നപ്പോൾ സ്പെഷ്യൽ എന്തെങ്കിലും വേണ്ടേ, അപ്പം നമ്മൾ ഒരു കാടൻ കൂടി വെച്ചു. തണുത്തപ്പോൾ കുറച്ചും കൂടി രസമായി. തണുത്തപ്പോഴേക്കും കുറവുള്ള കടന്നിൽ അവന് നല്ല ഇഷ്ടമായി കാളൻ. ആ കാളൻ കുറച്ചുകൂടി വരുമെന്നുണ്ട്. അപ്പോൾ പറയണേ ഞങ്ങൾ ഈ വീഡിയോ നോക്കിയിട്ടാണ് ഓണത്തിന് സദ്യ ഉണ്ടാക്കുന്നത്. നമ്മുടെ കാളനൊക്കെ എന്തായാലും അല്ല ചൂടില്ലേ? ചോറ് തോന്നണം. നീയാണോ? ഞാൻ വെറുതെ കോഴി പിടിക്കണം. ഇന്നലെ മഴ പെയ്തു കേട്ടോ. ഇവിടെ ഗംഭീര മഴ. ആണ്ടൂരൊക്കെ പെയ്തിട്ടുണ്ട്. റോഡൊക്കെ കവിഞ്ഞ് പോണ്ടായിരുന്നു. നല്ല മഴ. ഞാൻ വീട്ടിലാണെങ്കിൽ മുറ്റത്ത് ഇറങ്ങി മഴ കൊണ്ട്. പണ്ട് നമ്മളിങ്ങനെ ഒരു കഥ കേട്ടണ്ട, ജസ്റ്റ് കേട്ടണ്ടോ എനിക്കറിയില്ല. പണ്ടിങ്ങനെ 4ാം ക്ലാസ് പഠിക്കുമ്പോൾ മാഷ് കഥ പറഞ്ഞൊരു കൂട്ടാണ്. അന്ന് സദ്യക്ക് മാമ്പഴ കൂട്ടാൻ വിളമ്പുക. സദ്യ അത് ഈ വിഷു തുടങ്ങിയിട്ടുള്ള കാലങ്ങളിൽ എല്ലാ സദ്യകൾക്കും കാളന് പകരം മാമ്പഴ കൂട്ടാനാണ് ഉണ്ടാവുക. അപ്പോൾ മാമ്പഴ കൂട്ടാൻ വിളമ്പുമ്പോൾ മാങ്ങണ്ടി കൂടി വിളമ്പും. അപ്പോൾ ഒരാളിങ്ങനെ പിഴിഞ്ഞ വശത്ത് ഇങ്ങനെ തെറിച്ചിട്ട് ഇങ്ങനെ 3-4 ഇല താഴത്തേതല്ല ഉണയിക്കാം. 3-4 ഇല അപ്പുറത്തുള്ള ഒരാളുടെ ഇലയ്ക്ക് വന്ന് വീഴുന്നു. അപ്പോൾ ഇയാൾക്ക് ആകെ വിഷമമായി. ഇയാളിങ്ങനെ കരയാം. അയ്യോ നമുക്ക് അറിഞ്ഞോട്ടെ ഇങ്ങനെ. അപ്പോൾ ഈ ആൾക്കാർ വിചാരിച്ചു ഇങ്ങനെ തെറിച്ച് പോയിട്ട് അപ്പുറത്തുള്ള ആൾ ചീത്ത പറയുന്നത് പേടിച്ചാലും മോശക്കേടല്ലേ, ചെയ്യാൻ പാടില്ലല്ലോ. നമ്മളിന്ന് പിന്നെ അണ്ടി വേറെ ആളുകൾ വീണാൽ വിഷമല്ലേ. അതുകൊണ്ട് അമ്മ വിചാരിച്ചിട്ട് പറഞ്ഞു സാരില്ല ചേട്ടാ, സാരില്ല വിഷമിക്കണ്ട, ഞാൻ സാരില്ല വിഷമില്ല എന്നൊക്കെ പറഞ്ഞത്ര. പിന്നെ അതല്ല
എൻ്റെ അച്ഛൻ പണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് പോയിട്ട് വീഴാറുണ്ടായിരുന്നു. 4 ഇലയല്ല 6 ഇല അപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ വീഴാറുണ്ടെന്ന്. ഇപ്പം ഞാൻ ഇത്രയ്ക്കല്ലേ പറ്റുള്ളൂ എനിക്ക്. രസം വേണോ? നല്ല ഇഷ്ടമായി. നിങ്ങളുടെ ആരെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ? ഇല്ല ചെയ്തിട്ടില്ല. ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ, ഉറപ്പായിട്ടുണ്ടാവും. നോക്കാം നമുക്ക്. കണ്ടിട്ടുള്ളവരൊന്ന് പറയൂ കേട്ടോ കമൻറ്റിൽ കൂടെ. ചെയ്തിട്ടുള്ളവർ നാട്ടുകാർക്ക് പറക്കാനുള്ളതാണ്. നാട്ടുഭാഗം പറയും, ആർക്കും എല്ലാം പറക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ കൊരട്ടിയിലത്തെ തങ്കപ്പേട്ടൻ്റെ മോള് ബിന്ദുവാണ് കേട്ടോ. അത് ബിന്ദു എവിടെയാ? പൂനെയിൽ. ബിന്ദുവിൻ്റെ മോനാണ്. പേര് കൃഷ്ണരാജ്. ഇനി ഒരു മോളുണ്ട്, അവള് കൃഷ്ണ കവിത. അത് ശരി. വന്നിട്ടില്ല. അപ്പം മോനും അമ്മയും മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ അമ്മൂമ്മയും വന്നിട്ടുണ്ട് കേട്ടോ. അതേ ഇവിടെ ഇരിക്കണു. ദേ ഇത് ഞങ്ങളുടെ ചേട്ടത്തമ്മ, ഭാരതിയുടെ അമ്മ കൊരട്ടി. ഇതിലേക്ക് നോക്കാം. ഹായ് പറയാം എല്ലാവർക്കും. പിന്നെ ബിന്ദു പിന്നെ പാചകം. പിന്നെ ബിന്ദു കുറേ പാചകമൊക്കെ എനിക്ക് പറഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ലേ ബിന്ദു? മഹാരാഷ്ട്ര ഫുഡൊക്കെ പറഞ്ഞിട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഓരോന്നിട്ട് പ്രതീക്ഷിക്കാട്ടോ നിങ്ങൾക്ക്. അല്ലേ ബിന്ദു? ആള് ഹോസ്പിറ്റലിലാണല്ലേ വർക്ക് ചെയ്യണത്? അഡ്മിനിസ്ട്രേഷൻ. കുറേ കൊല്ലായില്ലേ? അങ്ങനെ മോനും ജോലി കയറിയിട്ടുണ്ട് അല്ലേ? മെക്കാനിക്കൽ എൻജിനീയർ. ഓക്കെ. ഭയങ്കര ഇഷ്ടമാണ്. ഞാനവർക്ക് ഭക്ഷണം കൊടുത്തിരുന്നേ. പഴുത്ത ചക്ക. മണ്ണുത്തിയത് മണ്ണെന്താട്ടാ? നല്ല മണവരുണ്ട്. അമ്മ കിടക്കുന്നുണ്ട്. മോനെ ഇവിടെ കിടക്കുന്നുണ്ട്. പൂരം കാണാനൊന്നുമില്ല. പിന്നെ ഇപ്പം ഞങ്ങൾ ചവളി കൂടുതലാണെന്നുണ്ടല്ലേ, ചോള കുറയും. അതിങ്ങനെയാണ് മുറിച്ച് പെട്ടണ്ട ഇങ്ങനെ. നല്ല നിറണ്ടല്ലേ ചക്കയ്ക്ക്? അധികം പഴുത്തിട്ടൊന്നുമില്ല. പാത്രത്തിൽ കുറച്ച് നല്ല കാറ്റൊക്കെ ഉണ്ട് ഇവിടെ. മോള് പൂനെക്ക് വന്നാൽ ഞങ്ങൾ അവിടെ വീട് മേടിക്കാനായിട്ട്. എല്ലാരും കഴിച്ചോളൂ. ഒരേ കഷ്ണം എടുത്തിട്ട്. അത് പക്ഷെ ഇതാ